അതായത് എത്ര അഴുകിയാലും ഇത് വലിയ പഴക്കമില്ലല്ലോ, ഒരാഴ്ചത്തെ പഴക്കം മാത്രമാണുള്ളത്. ആ ഒരാഴ്ചത്തെ പഴക്കമുണ്ടെങ്കിൽ പോലും എപ്പോഴാണ് മരണം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബം നേരത്തെ നമ്മളോട് പറഞ്ഞത് 11:15 സമാധിയായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ സ്ലാബിലേക്ക് മാറ്റുന്നതും പൂജാകർമ്മങ്ങളൊക്കെ നടത്തുന്നതും. 11:15 സമാധിയായതിനു ശേഷം അന്നത്തെ പകൽ മുഴുവൻ പൂജാകർമ്മങ്ങളും രാത്രിയിലും പൂജാകർമ്മങ്ങൾ തുടർന്ന് സ്ലാബ് ഉണ്ടാക്കി രാവിലെ 4:30 ആ മുകളിലത്തെ സ്ലാബ് വെച്ച് അടച്ചത് എന്നാണ്. അപ്പോൾ മരണശേഷമാണ് സ്ലാബ് വെച്ച് അടച്ചതെങ്കിൽ ഇപ്പോൾ മൃതദേഹം ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി വി പ്രസാദ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടവും ഒരുപക്ഷെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നടന്നേക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ അഴുകിയിട്ടുണ്ടോ എന്ന് ഇത് വ്യക്തമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകണമോ. അഴുകിയ നിലയിൽ തന്നെയാണ് മൃതദേഹം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഴുകിയ നിലയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇപ്പോൾ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുകയാണ്. ഇനി സാഹചര്യ തെളിവുകളെല്ലാം പരിശോധിക്കണം. അതിനുശേഷമായിരിക്കും ബാക്കി പരിശോധനകൾ നടക്കുക. മാത്രമല്ല ടി വി പ്രസാദ്, ഈ ഫോറൻസിക് സർജന്മാരൊക്കെ ഉണ്ടെങ്കിലും ആന്തരിക അവയവങ്ങളുടെയൊക്കെ പരിശോധന നടത്തണമെങ്കിൽ അതവിടെ വെച്ച് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോകാനാണ് സാധ്യത. റഹീസിലേക്ക് ഞാനൊന്ന് പോയി വരാം. റഹീസ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന 3 വിവരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം മാറ്റിക്കഴിഞ്ഞു എന്നതാണോ? എന്നാണ് അല്പസമയം മുമ്പ് ഗോപൻ സ്വാമിയുടെ കല്ലറ സ്ലാബ് പൊളിച്ച് അവിടെ മൃതദേഹം കണ്ടു. മക്കൾ പറഞ്ഞ രീതിയിൽ സമാധിയായി ഇരുത്തിയ നിലയിലായിരുന്നു. സമീപത്ത് അവരുടെ മൊഴി അനുസരിച്ചുള്ള പൂജാദ്രവ്യങ്ങളും മറ്റ് സാധന സാമഗ്രികളും ചടങ്ങിനായി ബന്ധപ്പെട്ട് ഇട്ട മറ്റ് സാധനങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അത് ഉറപ്പുവരുത്തിയതിനു ശേഷം ടാർപോളിൻ്റെ അകത്ത് കാണുന്ന ഫോറൻസിക് സർജന്മാർ നിൽക്കുന്ന ടേബിളിലേക്ക് മൃതദേഹം ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികളിലേക്കാണ് കടക്കുക. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് ശരിയുമാണ്. കാരണം നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് രൂക്ഷമായ ഗന്ധവും ഈ സമയത്ത് ഉണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സ്ലാബ് പൊളിച്ച് ഗോപൻ സ്വാമിയെ പുറത്തെടുത്തിരിക്കുന്നു. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായി ഇരുത്തുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ മൊഴി അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. പൂജാദ്രവ്യങ്ങളും മറ്റു ഭസ്മങ്ങളുമൊക്കെ മൃതദേഹത്തിൽ ഇട്ടിരുന്നു. എന്നിട്ട് പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലാണ് ഈ ഭൗതിക മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രൂക്ഷഗന്ധമുണ്ട്. പൂജാദ്രവ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 7 ദിവസമായി ആ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലേ റഹീസ്? യെസ് അരുൺ, ആംബുലൻസിൽ നിന്ന് ആംബുലൻസിനകത്ത് സ്ട്രെച്ചർ എടുത്ത് ഈ സ്ലാബ് പൊളിച്ച സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മൃതദേഹം ടേബിളിലേക്ക് മാറ്റിയ സ്ഥലത്തേക്ക് സ്ട്രെച്ചർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് കരുതേണ്ടി വരും. അതോ അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായത്തിന് വേണ്ടി